വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൊരു മോഡൽ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പും കുറച്ച് മോഡൽ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. നമുക്ക് ഒരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? ഏതാണ്? മഴവില്ലാണ് കേട്ടോ. മഴവില്ലാണ് ആൻസർ വരുന്നത്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മഴവില്ല്. നെക്സ്റ്റ്, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ഏതാണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം? ജീവകം B7 ആണ്. B7 ആണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വൈറ്റമിൻ. നെക്സ്റ്റ്, കൊഞ്ച്, പാറ്റ, ഞണ്ട് എന്നീ ജീവിവർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയിൽ ഉൾപ്പെട്ട ഫൈലം ഏതാണ്? കൊഞ്ച്, പാറ്റ, ഞണ്ട് എന്നീ ജീവിവർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയിൽ ഉൾപ്പെട്ട ഫൈലം ഏതാണ്? ഏതാണ്? ആർത്രോപോഡ. ആർത്രോപോഡ. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഏതാണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഏതാണ്? അമ്നിയോട്ടിക് ദ്രവം. അമ്നിയോട്ടിക് ദ്രവം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml. നെക്സ്റ്റ്, ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ടല്ലോ. ശരിയാണല്ലേ. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ. തെറ്റാണല്ലേ. ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ തന്നിരിക്കുന്നത് തെറ്റാണ്. ഇനി ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ശരിയാണ്. 1, 3 ആണ് ഇവിടെ ആൻസർ ശരി വരുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജി ആയിരിക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ. ആദ്യം എപ്പോഴും ഹരിതസസ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജി ആയിരിക്കുന്നതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ 1, 3 ആണ് ശരി വരുന്നത്. അത് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ശാസ്ത്രജ്ഞൻ ആരാണ്? പോൾ എ സാമുവൽസൺ. പോൾ എ സാമുവൽസൺ എന്നാണ് പറഞ്ഞത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? പോൾ എ സാമുവൽസൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നബാർഡ് രൂപീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നബാർഡ് രൂപീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപീകരിച്ചത്. ഇവയിൽ മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് വരുന്നത്? ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ എന്ന് പറയുന്നതും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ എന്ന് പറയുന്നതുമാണ് മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടുന്നത്. 3, 4 ആണ് ആൻസർ വരുന്നത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ
പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരോക്ഷ നികുതിയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് പരോക്ഷ നികുതികൾ? ഏതൊക്കെയാണ്? വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി, സേവന നികുതി എന്നിവയ്ക്ക് എന്താണ്? പരോക്ഷ നികുതികളാണ്. തന്നിരിക്കുന്ന ആദായ നികുതിയാണ് പരോക്ഷ നികുതിയിൽ വരാത്തത്. ആദായ നികുതിയാണ് വരാത്തത് കേട്ടോ. വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി, സേവന നികുതിയൊക്കെ എന്താണ്? പരോക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണ്? 15 അക്കങ്ങൾ. 15 അക്കങ്ങളാണ് GST നമ്പറിലെ അക്കങ്ങൾ. എത്രയാണ്? 15 എണ്ണം. നെക്സ്റ്റ്, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിയമം ഏതാണ്? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിയമം ഏതാണ്? പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് 2012 എന്താ പറയുന്നത്? കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് പോക്സോ ആക്ട് 2012. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? എന്നാണ്? 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 മെയ് 17. നെക്സ്റ്റ്, 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ എത്ര പേർ ഉണ്ടായിരിക്കണം? 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ എത്ര പേരാണ് ഉണ്ടായിരിക്കേണ്ടത്? എത്ര പേരാണ്? 3 പേര് കേട്ടോ. 3 പേര്. നെക്സ്റ്റ്, ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം താഴെ പറയുന്നവയിൽ ഏത് നിയമത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്? ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം താഴെ പറയുന്നവയിൽ ഏത് നിയമത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്? സാധന വിൽപ്പന നിയമം. സാധന വിൽപ്പന നിയമം. നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആരാണ് ദേശീയ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. നെക്സ്റ്റ്, കേരള സിവിൽ സർവീസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കാര കമ്മീഷൻ ഏതാണ്? കേരള സിവിൽ സർവീസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണപരിഷ്കാര കമ്മീഷൻ ഏതാണ്? ഏതാണ് ഭരണപരിഷ്കാര കമ്മീഷൻ? ഏതാണ്? ഏതാണ്? EK നായനാർ കമ്മീഷൻ. EK നായനാർ കമ്മീഷൻ. നെക്സ്റ്റ്, സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 6 ഭാഗം 6 സംസ്ഥാനതല ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ്? ഭാഗം 6. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. KN ഹരിലാൽ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ദുരന്ത നിവാരണ പ്രവൃത്തിയിലെ ഘട്ടമായ മുന്നൊരുക്കത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. ദുരന്ത നിവാരണ പ്രവൃത്തിയിലെ ഘട്ടമായ മുന്നൊരുക്കത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ. ഒരു ദുരന്തത്തെ തുടർന്ന് സംഭവിക്കുന്ന ജീവഹാനി കുറയ്ക്കുക, അവശ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി കുറയ്ക്കുക എന്നൊക്കെയാണ് മുന്നൊരുക്കത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ശരിയില്ലാതായിട്ട് ഒന്നും തന്നിട്ടില്ല. ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ വരുന്നത്. ഒരു ദുരന്തത്തെ തുടർന്ന് സംഭവിക്കുന്ന ജീവഹാനി കുറയ്ക്കുക, അവശ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി കുറയ്ക്കുക എന്നൊക്കെ എന്താണ്? മുന്നൊരുക്കത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം താമസ സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് തൊഴിലുറപ്പ് നൽകുന്നത്? തൊഴിലുറപ്പ് നൽകുന്നത് നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും എത്ര കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം നൽകേണ്ടത്? എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നൽകേണ്ടത്? 5 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയ്ക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കല്യാണിക്കുട്ടിയമ്മ അല്ലേ. കല്യാണിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്നാണ് പറയുന്നത്, മഹാകവി വെള്ളത്തോളിൽ നിന്നും കവയിത്രി ബഹുമതി പട്ടം ലഭിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, മഹാകവി വെള്ളത്തോളിൽ നിന്നും കവയിത്രി ബഹുമതി പട്ടം ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. 1974 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1974
കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. ശരിയാണ്. പ്രസിദ്ധമായ കൃതി കേരളീയാട്ടപ്രകാരം എന്ന് പറയുന്നത് തെറ്റാണ്. 1915 മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്. അതും ശരിയാണ്. 1, 3, 4 ആണ് വരുന്നത്. 1, 2, 4 ആൻസർ വരുന്നത് കേട്ടോ. 1, 2, 4. മഹാകവി വെള്ളത്തോളിൽ നിന്നും കവയിത്രി ബഹുമതി പട്ടം ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയ്ക്ക്. 1974 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1915 മലപ്പുറം ജില്ലയിൽ ജനിച്ചു. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ് വരുന്നത്? രഞ്ജി ട്രോഫിയാണ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കേട്ടോ. നെക്സ്റ്റ്, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? ജ്ഞാനപീഠം ലഭിച്ചത്? 1984. 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. 1984. നെക്സ്റ്റ്, സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, ഇതാരുടെ വരികളാണ്? സഹതപിക്കാത്ത ലോകമേ എന്തെങ്കിലും സഹകരിക്കുന്ന ശാരദാകാശമേ, ഇതാരുടെ വരികളാണ്? ആരുടെ വരികളാണ്? ഇടപ്പള്ളി. നെക്സ്റ്റ്, മനോജ് മണിയൂർ രചിച്ച ചിമ്മിനി വട്ടം എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? മനോജ് മണിയൂർ രചിച്ച ചിമ്മിനി വട്ടം എന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? കവിത. ചിമ്മിനി വട്ടം എന്ന് പറയുന്ന ഒരു കവിതയാണ്. മനോജ് മണിയൂറാണ് രചിച്ചത്. നെക്സ്റ്റ്, സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ്? ഫുട്ബോളാണ്. സോക്കർ എന്നറിയപ്പെടുന്ന ഫുട്ബോളാണ്. നെക്സ്റ്റ്, ചന്ദ്രയാൻ 5 ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ചന്ദ്രയാൻ 5 ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ പദ്ധതിയായ കെ-ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കെ-ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള സർക്കാർ പദ്ധതിയായ കെ-ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. കെ-ഫോൺ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. നെക്സ്റ്റ്, വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഗേറ്റ്വേ ആണ്. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഗേറ്റ്വേ ആണ്. അപ്പോൾ ഗേറ്റ്വേയുടെ ഫംഗ്ഷൻ എന്താണ്? വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഗേറ്റ്വേ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഉപകരണം. ഏതാണ് തന്നിരിക്കുന്നതിൽ? സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം. ബാക്കിയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണല്ലേ. പ്രിൻ്റർ, പ്ലോട്ടർ, അതുപോലെ തന്നെ മോണിറ്ററൊക്കെ. നെക്സ്റ്റ്, മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ സ്വയം തനി പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് എന്താണ്? മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ സ്വയം തനി പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് എന്താണ്? വേം എന്നാണ്. മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ സ്വയം തനി പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് എന്താണ്? വേം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്. ഡിസംബർ 2. ഓൺലൈൻ ഗെയിമിന് കേരളം ഏർപ്പെടുത്തിയ GST എത്രയാണ്? 28%. ഓൺലൈൻ ഗെയിമിന് കേരളം ഏർപ്പെടുത്തിയ GST എത്രയാണ്? 28%. ചുവടെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ വായിച്ച് രോഗമേതെന്ന് തിരിച്ചറിയുക. രോഗലക്ഷണങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതാണ് രോഗമെന്നാണ് തിരിച്ചറിയേണ്ടത്. നോക്കാം. രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടിയിരിക്കുന്നു. കണ്ണിൻ്റെ വെള്ളയിലും മഞ്ഞ നിറം.
രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടിയിരിക്കുന്നു. കണ്ണിൻ്റെ വെള്ളയിൽ മഞ്ഞ നിറം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹെപ്പറ്റൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളാണ് എന്തൊക്കെ? രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടുന്നതും അതുപോലെ കണ്ണിൻ്റെ വെള്ളയിലും എന്ത് മഞ്ഞ നിറം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് കേട്ടോ. ദ സ്നേക്ക് ക്രോൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. ദ സ്നേക്ക് ക്രോൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നതാണ് ഇൻ ടു ദ ഹോൾ. ഇൻ ടു ഇറ്റ്സ് ഹോൾ. ദ സ്നേക്ക് ക്രോൾഡ് ഇൻ ടു ഇറ്റ്സ് ഹോൾ. വിച്ച് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? വൺ മസ്റ്റ് നോട്ട് റിവീൽ ദെയർ സീക്രട്സ് അറ്റ് ഓൾ. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ് വരുന്നത്? വൺ മസ്റ്റ് നോട്ട് റിവീൽ വൺസ് സീക്രട്സ് അറ്റ് ഓൾ എന്നാണ് വരുന്നത്. വൺ മസ്റ്റ് നോട്ട് റിവീൽ വൺസ് സീക്രട്സ് അറ്റ് ഓൾ. ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ ഫുട്ബോൾ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു ഇൻസെസൻറ്റ് റെയിനിങ്. ദ ഫുട്ബോൾ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു ഇൻസെസൻറ്റ് റെയിനിങ്. എന്താ ആൻസർ വരുന്നത്? പുട്ട് ഓഫ്. ദ ഫുട്ബോൾ മാച്ച് വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു ഇൻസെസൻറ്റ് റെയിനിങ്. Each of the student dash done well. Each of the student dash done well. ഏതാ വരുന്നത്? has done. Each of the student has done well. Next, a lazy man believes in what he thinks. ഏതാണ് ക്വസ്റ്റ്യൻ്റെയൊക്കെ എന്താ വരുന്നത്? എ ലേസി മെൻ ബിലീവ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതാ വരാ? ഡസ് അല്ലേ വരാ? ഡസ് ഇൻ ദി ഹി. നെക്സ്റ്റ്, hardly had I reached home dash it began to rain. Hardly had I reached home dash it began to rain എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? when it began to rain. Hardly had I reached home when it began to rain. Next, choose the correctly spelled word from the following. തന്നിരിക്കുന്ന ഏതാണ് കറക്റ്റ്? ഹെറ്ററോജീനസ് എന്ന് പറയുന്നത് ഏതാണ്? ഹെറ്ററോജീനസ്. Next question. A person who suffered for a noble cause is called. A person who suffered for a noble cause is called. എന്താ വരുന്നത്? എ martyr എന്നാണ് വരുന്നത്. നെക്സ്റ്റ്, the passive form of the sentence they have caught a thief is. They have caught a thief is ഏതാണ് വരുന്നത്? ഡി ആണ് ആൻസർ വരുന്നത്. എ തീഫ് ഹാസ് ബീൻ കോട്ട് ബൈ ദം. നെക്സ്റ്റ്, സ്ലോ കോച്ച് മീൻസ്. സ്ലോ കോച്ച് എന്ന് വെച്ചാൽ എന്താണ്? സ്ലോ കോച്ച് എന്ന് വെച്ചാൽ എന്താണ്? വൺ ഹൂ ഈസ് ലേസി. സ്ലോ കോച്ച് മീൻസ് എന്താണ്? വൺ ഹൂ ഈസ് ലേസി. നെക്സ്റ്റ് മലയാളമാണ്. പഥകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ നാമം എന്താണ്? എന്താണ് വരുന്നത്? പഥകൻ എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? പഥിക എന്നാണ് വരുന്നത്. പഥകൻ എന്ന് വെച്ചാൽ എന്താ വരുന്നത്? പഥിക എന്നാണ് വരുന്നത്. നെക്സ്റ്റ്, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? ധനം പ്ലസ് ഇൽ. ധനം പ്ലസ് ഇൽ എന്നാണ് വരുന്നത്. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? ധനം പ്ലസ് ഇൽ. നെക്സ്റ്റ്, ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. എന്താണ്? ദൂഷണം കേട്ടോ. ദൂഷണം എന്ന് പറയുന്നതാണ് ദൂഷണം. നെക്സ്റ്റ്, ഗൗരവഭാവം കാണിക്കുക യോജിക്കുന്ന ശൈലി ഏതാണ്? ഗൗരവഭാവം കാണിക്കുക എന്ന് പറയുന്നതിന് യോജിക്കുന്ന ശൈലി ഏതാണ്? കൊമ്പിൽ കയറുക. ഗൗരവഭാവം കാണിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കൊമ്പിൽ കയറുക. നെക്സ്റ്റ്, സ്വർണം പര്യായ പദമല്ലാത്തത് ഏതാണ്? കനകം, ഹിരണ്യം, ഹേമം എന്നൊക്കെ എന്താണ്? സ്വർണത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ മലയാളം മാത്രം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3-4 ക്ലാസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ PSC ചോദിച്ച എല്ലാ മലയാളം ചോദ്യങ്ങളും ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. നെക്സ്റ്റ്, തെറ്റായ പ്രയോഗം കണ്ടെത്തുക. ഇതിൽ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും എന്ന് പറയുന്നതും ശരിയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും എന്ന് പറയുന്നത് തെറ്റാണല്ലേ? വീണ്ടും എന്ന് പറയുമ്പോൾ പിന്നെ ഒരിക്കൽ കൂടി എന്ന് പറയുന്നതിൻ്റെ ആവശ്യമാണ് വരുന്നില്ല. നെക്സ്റ്റ്, ഘടകപദങ്ങളാക്കുക. പൂഞ്ചേരത്തുമ്പിൻ്റെ ഘടകപദങ്ങൾ എന്താണ്? പൂഞ്ചേല എന്ന തുമ്പ്.
നെക്സ്റ്റ്, ശരിയായ മലയാള ഭാഷ തർജ്ജമ ഏതാണ്? ശരിയായ മലയാള ഭാഷ തർജ്ജമ ഏതാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരണമായി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരണമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ONV കുറുപ്പിനെ പോലെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരെയും എന്തെന്നാണ് വിളിക്കുന്നത്? എന്താ വിളിക്കുക? റഫീഖ് അഹമ്മദിനും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേരായിട്ട് നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുരസ്കൃതർ, പുരസ്കൃതർ, ബി ആണ് ആൻസർ വരുന്നത്. പുരസ്കൃതർ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? തിരുവടികൾ എന്ന് പറയുന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഏതാണ്? തിരുവടികൾ. നെക്സ്റ്റ്, മാത്സ് ആണ്. 2 കാറുകൾ ഒരു സ്ഥലത്ത് നിന്ന് വിപരീത ദിശയിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിലും 50 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയമെടുക്കും? അതായത് 2 കാറുകളുണ്ട്, വിപരീത ദിശയിലേക്കാണ് പോകുന്നത്, 70ഉം 50ഉം എന്നീ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകുന്നതിനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്? സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്രയാണ് വരുന്നത്? 30 മിനിറ്റിനാണ് ആൻസർ വരുന്നത്. അതായത് എങ്ങനെ ചെയ്യാൻ നോക്കാം. വിപരീത ദിശയിലായതിനാൽ ആപേക്ഷിക വേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 70 + 50 എന്ന് പറയുന്നത് നമുക്ക് 120 km/h എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 120 km/h എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 60 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ട സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 60 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ട സമയം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് 60 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 60 നമുക്ക് എത്രയാണ് ടോട്ടലായിട്ടുള്ള ആപേക്ഷിക വേഗം കിട്ടിയിരിക്കുന്നത്? 120 km/h ആണ്. അപ്പോൾ 60/120 ചെയ്യുമ്പോൾ അരമണിക്കൂർ എന്ന് കിട്ടും. അരമണിക്കൂർ എന്ന് വെച്ചാൽ എത്രയാണ്? 30 മിനിറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ മാത്സ് എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കാണുന്നത് കാരണം ഉണ്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. മാത്സ് എക്സ്പ്ലനേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. മാത്സ് ഇടകലർന്നിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 56ന് ആൻസർ വരുന്നത് 30 മിനിറ്റ് എന്നാണ്. കാരണം എന്താണ്? വിപരീത ദിശയിലേക്കാണ് 2 കാറുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആപേക്ഷിക വേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 120 എന്നുള്ളത് കിട്ടി. നമുക്ക് 60 കിലോമീറ്ററാണ് ദൂരം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60/120 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാമു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കാൻ ചെലവഴിക്കും. എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയം രാമു പഠിക്കാൻ വിനിയോഗിച്ചു? രാമു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 15 മിനിറ്റാണ് ചിലവഴിക്കുന്നത്. 4 മണിക്കൂറാണ്. എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയം രാമു പഠിക്കാൻ വിനിയോഗിച്ചിട്ടുണ്ടായിരിക്കും? 4 മണിക്കൂർ സമയത്തിൽ എത്രയാണ് രാമു പഠിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? 15 മിനിറ്റ് കളിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട് അല്ലേ? 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് ചിലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 മണിക്കൂറിൽ എത്ര പ്രാവശ്യം എത്ര സമയമാണ് മൂപ്പരാൾ പഠിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3 മണിക്കൂർ 15 മിനിറ്റ് അല്ലേ? 3 മണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റ്. 1 മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റ് കളിക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ആൻസർ വരുന്നത് 3 മണിക്കൂർ 15 മിനിറ്റ് എന്നാണ്. അതായത് 1 മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റ് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 4 മണിക്കൂറിൽ 3 മണിക്കൂർ 15 മിനിറ്റ് പഠിക്കുന്നുണ്ട്. 4 മണിക്കൂറിൽ 3 മണിക്കൂർ 15 മിനിറ്റ് വീതം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 3 മണിക്കൂർ 15 മിനിറ്റ് എന്നാണ്. 4 മണിക്കൂറിൽ 3 മണിക്കൂർ 15 മിനിറ്റ് വീതമാണ് പഠിക്കേണ്ടത്. 1 മണിക്കൂറിൽ 15 മിനിറ്റ് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് നോക്കി നോക്കിയേ. 1 മണിക്കൂറിൽ 15 പോയി. അപ്പോൾ 2 മണിക്കൂറിലോ 30 മിനിറ്റ് പോയി അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 മണിക്കൂർ 15 മിനിറ്റാണ് പഠിക്കുന്നത്. ബാക്കി ഭാഗമാണ് കളിക്കാനായിട്ട് ചിലവഴിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പഠിക്കാനുള്ള സമയമായ കാരണം എത്രയാണ്? 3 മണിക്കൂർ 15 മിനിറ്റ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ ശരാശരി തൂക്കം 30 കിലോഗ്രാം ആണ്. ഇതിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി. മറ്റൊരാൾ സംഘത്തിൽ ചേർന്നപ്പോൾ ശരാശരി 32 കിലോഗ്രാം ആയി. പുതുതായി വന്ന ആളുകളുടെ തൂക്കം എത്രയാണ്? 15 പേരുള്ള ഒരു സംഘത്തിൻ്റെ ശരാശരി തൂക്കം നമുക്ക് 30 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്രയാണ്? 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി അല്ലേ? 25 കിലോഗ്രാം ഉള്ള ഒരാൾ പുറത്തു പോകാണ്. 15 പേരുടെ ശരാശരി തൂക്കം നമുക്ക് 30 കിലോഗ്രാമാണ് തന്നിട്ടുണ്ട്. 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തു പോയി. മറ്റൊരാൾ വന്നിട്ടുണ്ടല്ലോ. ഒരാൾ പോയിട്ട് വേറൊരാൾ വരാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? ശരാശരി 32 കിലോഗ്രാം ആയി. 30 ആയിരുന്നു, അത് 32 ആയി മാറി. എങ്കിൽ പുതുതായി വന്ന ആളുടെ തൂക്കം എത്രയാണ്?
നോക്കാം. നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ്. പുതുതായി വന്ന ആളുടെ തൂക്കം കാണുന്നതിനായിട്ട് പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനമെന്നാണ്. അപ്പോൾ ഇക്വേഷൻ വെച്ച് പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം, അല്ലാത്തവരുണ്ടെങ്കിൽ സാധാരണ ചെയ്യണ പോലെ ചെയ്യാം കേട്ടോ. പുതുതായി വന്ന ആളുടെ തൂക്കം കാണുന്നതിനായിട്ട് പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധന എന്നാണ് കാണുക. അതായത് ശരാശരിയിലെ വർധന എന്ന് പറയുന്നത് നമുക്കറിയാലോ 32 അല്ലേ, 32 മാറിയിട്ടുണ്ടായിരുന്നു, 30 32 മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരാശരിയിലെ വർധന എത്ര കിട്ടി? 2 കിട്ടി. ഇനി പുതുതായി വന്നയാളുടെ ഭാരം കാണുന്നതിനായിട്ട് പോയ ആളുടെ ഭാരം പ്ലസ്, അപ്പോൾ 25 എന്നാണ് പോയ ആളുടെ ഭാരം, പ്ലസ് എത്രയാണ് 15 അല്ലേ, 15 ഏതാണ് പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 25 കിട്ടി. അംഗസംഖ്യ എന്ന് പറയുന്നത് 15 ഇൻറ്റു ശരാശരിയിലെ വർധന എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്ക് എത്ര അപ്പം 25 + 15 ഇൻറ്റു 2 അല്ലേ, 25 എന്ന് പറയുന്നത് എത്രയാണ്? പോയ ആളുടെ ഭാരമാണ് 25 എന്ന് പറയുന്നത്, അംഗസംഖ്യ 15, ശരാശരിയിലെ വർധന എത്രയാണ്? 2. അപ്പോൾ 25 + 15 ഇൻറ്റു 2 = എത്ര കിട്ടി? 55 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 144 ⁻²1/2 പ്ലസ് 216 ⁻³ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ആൻസർ വരുന്നത്? അതെങ്ങനെയാണ് കാണാം? നമുക്കറിയാം a⁻1/3 എന്ന് പറയുന്നത് എത്രയാണ്? 3√a ആണ് അല്ലേ, 3√a ആണ്. അതായത് നമുക്കെന്ന് പറയാം 3√a എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ 216 ആണ് 1/3 എന്ന് നമുക്ക് തന്നിരിക്കേണ്ടത്. അപ്പോൾ 3√216 അല്ലേ, 3√216 കാണാം. അതുപോലെ തന്നെ a⁻1/2 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? √a തന്നെയാണ് അല്ലേ വരുന്നത്, √a എന്നാണ് വരുന്നത്. അതായത് നമുക്ക് √144 കണ്ടാൽ മതിയല്ലോ, √144. അതായത് നമുക്ക് റൂട്ട് ഇടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടുത്തെ ഇതാണെന്ന് വിചാരിക്കാം കേട്ടോ, ഇവിടെ ഒരു 2 സ്ക്വയർ ഉണ്ടെന്നാണ് വിചാരിക്കുക, ഇത് ഹാഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 144 കാണുകയാണെങ്കിലും അതുപോലെ തന്നെ 144 സ്ക്വയർ റൂട്ട് എത്രയാണ്? 12 ആണല്ലേ, 12 സ്ക്വയർ ആണ് 144 എന്ന് പറയേണ്ട. 216 എത്രയാണ്? 6 അപ്പോൾ അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? 18 എന്നാണ്. 18. നെക്സ്റ്റ്, ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്രയാണ്? ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ ആണ് നീളമെങ്കിൽ വ്യാപ്തം എത്രയാണ്? അപ്പോൾ ഈ ക്യൂബിൻ്റെ വ്യാപ്തം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? a³ ആണല്ലേ, a³ ആണ്. a³ എന്ന് പറയുന്നത് നമുക്ക് 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6a³ ആണ്. 6a³ അല്ലേ, 6a³ = 216 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ക്യൂബിൻ്റെ വ്യാപ്തം 216 ഘന സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഹരണം അല്ലേ, ഡി എന്നാൽ ഇൻറ്റു ആയാൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ട് എത്രയാണ് ആൻസർ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം കേട്ടോ. 20c എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് ഹരണമാണ്. അപ്പോൾ ഓരോന്നിനും ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ എന്താണ് കിട്ടുക? 9 എന്നാണ് കിട്ടുക കേട്ടോ, 9 എന്നാണ് കിട്ടുക. 20 × 5 - 3 + 4 × 2 എന്നാണ് ആൻസർ വരുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 എന്ന് കിട്ടും. നെക്സ്റ്റ്, ക്ലോക്കിൻ്റെ പ്രതിബിംബം ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 12:20 ആണ് എങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? പ്രതിബിംബം ഒരു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 12:20 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? 11:40 ആണല്ലേ, 11:40 ആണ്. അതായത് 23:60 നിന്നും 12:20 കുറയ്ക്കുമ്പോൾ നമുക്ക് 11:40 ആണ് കിട്ടുക. 11:40 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 ആണ്ടിൽ ഫെബ്രുവരി 20 മുതൽ ഏപ്രിൽ 20 വരെ എത്ര ദിവസങ്ങളുണ്ട്? 2000 ആണ്ടിൽ ഫെബ്രുവരി 20 മുതൽ ഏപ്രിൽ 20 വരെ എത്ര ദിവസങ്ങളുണ്ട്? അതായത് 2000 ഫെബ്രുവരി 20 മുതൽ 29 വരെ 10 ദിവസമാണ് ഫെബ്രുവരിയിലത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. അതൊരു അതിവർഷമാണ്. ഇനി മാർച്ചിലാണെങ്കിൽ 31 ദിവസം ഉണ്ടായിരിക്കും, ഏപ്രിലാണെങ്കിലോ 20 ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ നമുക്ക് ചെയ്യുമ്പോൾ 61 ദിവസം എന്നാണ് കിട്ടുന്നത്, 61 ദിവസം. നെക്സ്റ്റ്, ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്ററും തുടർന്ന് കിഴക്കോട്ട് 3 കിലോമീറ്ററും സഞ്ചരിച്ചു. പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് അയാളുടെ ദൂരം എത്രയാണ്? വടക്കോട്ട് 4 കിലോമീറ്ററും കിഴക്കോട്ട് 3 കിലോമീറ്ററും സഞ്ചരിച്ചുവെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് അയാളുടെ ദൂരം എത്രയാണ്? അപ്പോൾ തന്നിരിക്കുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യാം? വരയ്ക്കാം അല്ലേ. സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വടക്കോട്ട് പോയി, പിന്നെ എന്താണ് പറയുന്നത്? എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്? കിഴക്കോട്ട്. അപ്പോൾ നമുക്ക് അവിടെ കർണം വെച്ച് നോക്കാം അല്ലേ. കർണം സ്ക്വയർ എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. കർണം എന്ന് പറയുന്നത് അല്ലേ, കർണമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കർണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ √3² + 4² എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ 5 ആണ് 64. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 5 കിലോമീറ്റർ എന്നാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ പഠന നിലവാര പട്ടികയിൽ രാഹുൽ മുകളിൽ നിന്ന് 9ാം സ്ഥാനത്തും താഴെ നിന്ന് 28ാം സ്ഥാനത്തുമാണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 9 ആണ്, താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 28 ആണ്. അപ്പോൾ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? n = a+b - 1 എന്നാണ് അല്ലേ? ആകെ കുട്ടികളുടെ എണ്ണം കാണുന്നതിനുള്ള ഇക്വേഷൻ. അതായത് 9 + 28 - 1, അതായത് 36 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡൽ പേപ്പേഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് മോഡൽ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ കാണാതുണ്ടെങ്കിൽ പോയി കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.